ഈ പ്രശ്നം, ഈ പ്രതിസന്ധി ഉണ്ടായത്. ഇപ്പോൾ നഗരസഭ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഒഴിപ്പിക്കൽ നടന്നത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പൊ ഇവര് നമ്മൾ ഇന്ന് തന്നെ ഒഴിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷെ പ്രായമായ ആളുകളും ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ തൊട്ടടുത്ത ദിവസം, അവർ 3 ദിവസമാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ 2 ദിവസം, മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് അവർ ഇവിടുന്ന് ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവരോട് ഒഴിപ്പിക്കുകയാണെങ്കിൽ നഗരസഭയുടെ തന്നെ ഹാൾ ഇവരെ കൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പാർപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ ഇവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഇതെല്ലാം മാറ്റി ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം കൊടുത്തിട്ടുള്ളത്. മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക്, അതിനു മുമ്പ് അവർ ഒഴിഞ്ഞോളാം എന്ന് നമുക്കിപ്പോൾ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ കൃത്യമായി പറയുന്ന മറ്റന്നാൾ വൈകിട്ട് വന്നത് പൂർണ്ണമായി നഗരസഭ തന്നെ നേതൃത്വത്തിൽ ഇതെല്ലാം നീക്കം ചെയ്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇതുപോലുള്ള ആളുകൾ താമസിക്കാതിരിക്കുന്നതിന് വേണ്ടി നഗരസഭയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മരട് പോലീസിന്റെയും സഹായത്തോടുകൂടി ഞങ്ങളിത് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഇതുപോലെ വാട്ടർ ടാങ്കിന്റെ പ്രദേശത്ത് ഇതുപോലെ തന്നെ കയ്യേറ്റക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെ കഴിഞ്ഞ ദിവസം നമ്മൾ പൂർണ്ണമായി ഒഴിപ്പിച്ചതാണ്. അത് ഈ വിഷയം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ് ഒഴിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് പറയുന്നത് നമ്മൾ പോലും കേട്ടിട്ട് പേടിക്കുന്ന രീതിയിലാണ്. കാരണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇവരെ ഇങ്ങനെ ആളുകൾ താമസിച്ചു എന്നൊരു കാരണത്താൽ വലിയ ഭീതിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നഗരസഭയ്ക്ക് പരാതി തന്നിട്ടുണ്ട്, അസോസിയേഷൻ്റെ ആൾക്കാർ നമുക്ക് പരാതി തന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവായ ജനങ്ങളുടെ ആവശ്യമാണ് ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് നഗരസഭ ഇന്ന് തന്നെ ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തീരുമാനിച്ചത്. ഇപ്പോൾ ആ നടപടിയാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം, നാളെ ഒരു ദിവസം കൊടുത്ത് മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് മുമ്പ് അവർ മാറിക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിത് മാറ്റുന്നത്.